ഭഗവത് ചൈതന്യം അവിടെ പ്രവേശിപ്പിച്ചു. ദേവന്മാരും അസുരന്മാരും ഊർജ്ജസ്വലരായി മഥനം ചെയ്യാൻ ആരംഭിച്ചു. മന്ദരപർവ്വതം മെല്ലെ മെല്ലെ ഉയരാൻ തുടങ്ങി. ഭഗവാൻ തന്റെ തൃക്കൈകൾ കൊണ്ട് ആ പർവ്വതത്തെ ഉയർത്തി നിർത്തി. ഏറെ നേരം കഴിഞ്ഞിട്ടും അമൃത് വന്നില്ല. അമൃത് വരാത്തപ്പോ അവർക്ക് വല്ലാത്ത ദുഃഖമായി. ആ സമയം ഭഗവാൻ തനിയെ മദനം ഏറ്റെടുത്തത് സ്വയം ഏറ്റെടുത്തു. ആ നിമിഷത്തിനുള്ളിൽ ഉഗ്രമായ വിഷം, കാളകൂട വിഷം അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോ അത് ഭൂമിയിൽ വീണാൽ നാശം. അത് എന്ത് ചെയ്യാമെന്നുള്ള വിചാരത്തിൽ ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് ശിവപെരുമാനെ ധ്യാനിച്ചു. ശിവപെരുമാൻ പ്രത്യക്ഷനായി. എങ്ങനെ? പാർവതി സമേതനോടുകൂടി ശിവപെരുമാൻ അവിടെ എത്തിയത്രേ. എന്നിട്ട് ആ കാളകൂട വിഷം കയ്യിൽ വീഴ്ചു. കയ്യിലെടുത്ത് അങ്ങോട്ട് ഭക്ഷിക്കുന്ന സമയത്ത് ഇവിടെ എത്തി ഖണ്ഡത്തിൽ എത്തുമ്പോഴേക്കും പാർവതി ദേവി ആ ഖണ്ഡം പിടിച്ചു. എന്തുകൊണ്ടാണ് അറിയോ? അത് ഉദരത്തിലേക്ക് ചെന്നാൽ ശിവന് ആപത്ത്, അത് പുറത്തു വന്നാലോ സർവ്വതും നാശം. അപ്പൊ എന്ത് ചെയ്യാനോ